നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. പുലർച്ചെ ഒരു വലിയ നാശനഷ്ടത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വെനസ്വേലയിൽ വ്യാപക നാശം വിതച്ച് വൻ ഭൂകമ്പം, ആയിരങ്ങളടക്കം മരിച്ചതായാണ് സൂചന. വലിയ ഭൂകമ്പമാണ്, അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ കൂടും. ഒപ്പം സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മാസപ്പടി കേസിൽ നിർണായക രേഖകൾ ഇഡിക്ക് ലഭിച്ചു. 29-ാം തീയതി വീണയെ ചോദ്യം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കായിരിക്കും ആ ചോദ്യം ചെയ്യൽ കടക്കുക. ദേശീയതലത്തിലേക്ക് വരികയാണെങ്കിൽ അയോധ്യയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കണക്കുകളാണ് പുറത്തു വരുന്നത്. ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവസാന പോരിൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ബ്രസീൽ. എതിരില്ലാത്ത 3 ഗോളിനാണ് കാനറികൾ യൂറോപ്പിന്റെ കരുത്തുമായി എത്തിയ സ്കോട്ടിഷ് പടയെ തുരത്തിയത്. അങ്ങനെ വാർത്തകൾ ഏറെയുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വെനസ്വേലയിൽ ശക്തമായ ഭൂചലനം. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തലസ്ഥാനമായ കാരക്കാസിൽ വൻ നാശനഷ്ടം. മരണസംഖ്യ 10,000-ലധികം കടന്നേക്കാമെന്ന് US ജിയോളജിക്കൽ സർവേ. FCRA ചട്ടഭേദഗതിയിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി കൂടുതൽ സംഘടനകൾ. അടുത്ത മാസം 3-ന് പ്രതിഷേധ ദിനമായി ആചരിക്കും. ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥന നടത്താൻ CBCI. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ശ്രമത്തിൽ BJP. ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ CPIയുടെ നീക്കം. പെരുമ്പാവൂരിൽ 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. പിടികൂടിയത് 17 കോടി രൂപ വില വരുന്ന കഞ്ചാവ്. സംസ്ഥാനത്തെ സമീപകാലത്തെ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. കണ്ണൂർ കാസർഗോഡ് അതിർത്തിയിൽ ഓപ്പറേഷൻ തൂഫാൻ താളം തെറ്റുന്നു. അതിർത്തികൾ വഴി വൻതോതിൽ കടത്തുന്ന ലഹരി വസ്തുക്കൾ പിടികൂടാൻ കൃത്യമായ പ്രവർത്തന പദ്ധതിയില്ല. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ഇന്നും പരിശോധന. തട്ടിപ്പ് നടത്തിയ 150 ജീവനക്കാരെ കൂടി തിരിച്ചറിഞ്ഞതായി SIT. രണ്ടാം ജയത്തോടെ ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. നോക്കൌട്ടിൽ സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. വിനീഷ്യസിന് ഡബിൾ. പകരക്കാരനായി കളത്തിലിറങ്ങി നെയ്മർ. വെനസ്വേലയിലെ ശക്തമായ ഭൂചലനം സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തലസ്ഥാനമായ കാരക്കാസിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മരണസംഖ്യ 10,000-ലധികം കടന്നേക്കുമെന്നാണ് US ജിയോളജിക്കൽ സർവേയൊക്കെ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യ RS ചേരുന്നുണ്ട്. ഐശ്വര്യ, സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഭൂചലനമാണ്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. വലിയ മരണസംഖ്യയുടെ കണക്കുകൾ വരുന്നു. ഒരുപാട് ആളുകൾ കിടക്കുന്നു. എന്താണ് ഈ സമയം അറിയാൻ കഴിയുന്നത്? അതെ, അമ്പിളി സൂചിപ്പിച്ചതുപോലെ വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ അതിശക്തമായ നാശനഷ്ടങ്ങൾ വിധിച്ചുകൊണ്ടാണ് ഇരട്ട ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വെനസ്വേലൻ സമയം ജൂൺ 24 വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഈ 2 ഭൂചലനങ്ങളും ഉണ്ടാവുന്നത്. ഈ 2 ഭൂചലനങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 40 സെക്കൻഡ് വ്യത്യാസത്തിലാണ്. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനം ഉണ്ടാവുകയും അതിനുശേഷം 40 സെക്കൻഡുകൾക്ക് ശേഷം 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടാകുന്നത്. ഈ ഒരു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ കാരക്കാസിൻ്റെ പടിഞ്ഞാറൻ തീരമായ മൊറോണാണ് ഈ ഒരു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് വെനസ്വേലയിൽ ഈ ജൂൺ 24 എന്ന് പറയുന്നത് അവധി ദിനമാണ്. അതായത് അവരുടെ ദേശീയ ദിനമാണ്. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ദിനം ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ദേശീയ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും അവരവരുടെ വീടുകളിലാണ് തുടർന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ആളപായം ഉണ്ടാകാം എന്ന് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് പ്രകാരം 10,000-നും 1,00,000-നും ഇടയ്ക്ക് ആളുകളുടെ ജീവൻ നഷ്ടമായേക്കാം എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ ഒരു സമയം നോക്കുകയാണെങ്കിൽ വെനസ്വേലയിൽ രാത്രി 9 മണിയാണ് ഏകദേശം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. കൂടാതെ വൈദ്യുതി, ഗ്യാസ് കണക്ഷനൊക്കെയും വിച്ഛേദിച്ചിരിക്കുകയാണ്.
രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തുടരുന്നുണ്ട് എങ്കിലും ഈ വെനസ്വേലൻ ആഭ്യന്തരമന്ത്രി പറയുന്നത് ആരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകരുത്, ഈ തുറസായ പ്രദേശങ്ങളിൽ ഈ പൊതുസ്ഥലങ്ങളിൽ വളരെ സുരക്ഷിതരായി തുടരാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. കാരണം അടയ്ക്കടെ ഒരു പ്രകമ്പനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ ഒരു സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് പിൻവലിച്ചിരിക്കുകയാണ്. എന്തായാലും വെനസ്വേലയെ ഞെട്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വെനസ്വേലയിൽ ഉണ്ടായ ഈ ഒരു കാരക്കാസിലുണ്ടായ ഒരു ഭൂചലനം ഈ വെനസ്വേലിയൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു അയൽ രാജ്യമായ കൊളംബോയുടെ തലസ്ഥാനത്തും വലിയ രീതിയിലുള്ളൊരു പ്രകമ്പനം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെനസ്വേലയിൽ എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള അവിടെ ഈ ഒരു തലസ്ഥാനമായ കാരക്കാസിലെ ഏകദേശം കെട്ടിടങ്ങളെയൊക്കെയും തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഈ വാഹനങ്ങൾ കൂടാതെ ജനങ്ങളുടെ ജീവനൊക്കെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വെനസ്വേല കണ്ട ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ ഭൂചലനമാണ് ഈ ഒരു ഇരട്ട ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് 1967 ഇത്തരത്തിലൊരു ഭൂചലനം വെനസ്വേലയിൽ ഉണ്ടാകുന്നത്. അപ്പോഴും ഇരട്ട ഭൂചലനമാണ് ഉണ്ടായത്. അന്ന് രേഖപ്പെടുത്തിയത് 6.9 തീവ്രതയാണ്. അന്ന് 200 പേരുടെ ജീവനാണ് നഷ്ടമായതെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അതല്ല. കൂടാതെ അവിടെയുള്ളൊരു ഈ ഒരു കെട്ടിടങ്ങൾക്കൊന്നും ഈ ഒരു ഭൂചലനത്തെ അതിജീവിക്കാനുള്ളൊരു ശേഷിയില്ലാത്ത കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭൂചലനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നത്. എന്തായാലും കണക്കുകൾ പ്രകാരം എത്രത്തോളം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്, ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും 10,000-നും 1,00,000-നും ഇടയ്ക്ക് ആളുകളുടെ ജീവൻ നഷ്ടമായേക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം തീവ്രതയാണ് ഉണ്ടായത് എന്നുള്ളത്. കൂടാതെ ഇന്ന് വെനസ്വേലയിൽ മാത്രമല്ല ഭൂചലനം ഉണ്ടായത്, ജപ്പാനിലും ഭൂചലനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജപ്പാനിൽ 6.9 തീവ്രത രേഖപ്പെടുത്തുന്ന ഒരു ഭൂചലനമാണ് ഉണ്ടായത്. പക്ഷേ അവിടെ ആളപായമോ അതുപോലെ തന്നെ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അമ്പിളി എത്രത്തോളമാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്നുള്ളത്. ശരി, വെനസ്വേലയിൽ ശക്തമായ ഭൂചലനമാണ്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തലസ്ഥാനമായ കാരക്കാസിലാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ മരണസംഖ്യ 10,000-ലധികം കടന്നേക്കാമെന്നാണ് US ജിയോളജിക്കൽ സർവേയൊക്കെ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ പ്രകമ്പനവുമായി ബന്ധപ്പെട്ട് ജപ്പാനിലടക്കം ഉണ്ടായിരുന്നു. സുനാമി നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ 9 മണിയാണ് സമയം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളടക്കം പുരോഗമിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ എത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ മരിച്ചു, എത്ര പേര് ഓരോ കെട്ടിടങ്ങൾക്കുള്ളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഔദ്യോഗികമായ കണക്കൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഔദ്യോഗികമായി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഐശ്വര്യ RS ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ആലോചന. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് CPIയുടെ നീക്കം. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, സൂചിപ്പിച്ച പോലെ തന്നെ സുഗതന് രാഷ്ട്രീയമായും നിയമപരമായും എല്ലാ സംരക്ഷണവും നൽകുമെന്ന് നേരത്തെ തന്നെ BJP വ്യക്തമാക്കിയിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. അമ്പിളി, ഈ ഇന്നലെയാണ് കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി വന്നത്. അതുപ്രകാരം ഇന്നലെ നഗരസഭയിലെ ഈ കോർപ്പറേഷന്റെ 20ഓളം വരുന്ന കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ഈ വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വളരെ വേഗം വീണ്ടും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തുകയായിരുന്നു. അത് 19 പേര് മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളതാണ്. സുഗതൻ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സാഹചര്യം. ഇത് വളരെ ഈ ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം തികയ്ക്കുന്നതിന് വേണ്ടി ഒരാളുടെ പോലും കൂടെ ഈ പിന്തുണ, അത് വളരെ വലിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ സുഗതന്റെ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തേണ്ടതുണ്ട്. സുഗതന്റെ സത്യപ്രതിജ്ഞ നടന്നില്ല എങ്കിൽ BJPക്ക് ഉണ്ടാകുന്ന തിരിച്ചടി അത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കോടതിയെ തന്നെ ഈ വിധി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ BJP എത്തിയിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ സമർപ്പിക്കാനാണ്. ഒരു ദിവസത്തെ ഇളവെങ്കിലും നൽകണം. അത് സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്തായാലും ആ ഒരു കോടതിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായി എന്താണ് നടപടി എന്ന് നമുക്കിപ്പോൾ അത് പറയാൻ കഴിയില്ല. ഒപ്പം തന്നെ CPM സമാനമായ രീതിയിൽ ഈ കോടതി നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. കാരണം
ഡെപ്യൂട്ടി മേയർ പദവിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന നിലയായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി പ്രത്യേകമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അത് അസാധുവാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാനുമാണ് ഈ CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും നിയമവഴിയിൽ നിന്നും CPM പിന്നോട്ട് പോകുന്നില്ല. ഇത് കുറച്ചുകൂടി കടുപ്പിക്കാൻ തന്നെയുള്ള തീരുമാനം തന്നെയാണ്. ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ, നിയമപരമായിട്ടുള്ള പിന്തുണയൊക്കെ തന്നെയും കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതന് നൽകുമ്പോൾ അതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരികയാണ്. റിലേ സത്യാഗ്രഹവുമായിട്ടാണ് CPM ഇപ്പോൾ അവിടെ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലുകളിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടിയുണ്ടല്ലോ. കൗൺസിൽ 3 എണ്ണത്തിൽ സ്വാഭാവികമായും ഈ പങ്കെടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അസാധുവാക്കപ്പെടുന്ന, അയോഗ്യനാക്കപ്പെടുന്ന ഒരു നില കൂടിയുണ്ട്. അത് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും കൗൺസിൽ ചേർന്നു. അതിൽ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമായി CPM മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ പങ്കെടുത്തു, മെയ് മാസത്തിൽ മാത്രമാണ് പങ്കെടുക്കാനുള്ളത്. 29-ാം തീയതി ഇന്നിപ്പോൾ 29-ാം തീയതിയാണ് ഇനി ഈ കൗൺസിൽ ചേരാനിരിക്കുന്നത്. ആ കൗൺസിൽ കൂടെ ചേരാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്താതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സുഗതൻ അയോഗ്യനാകും എന്നുള്ളതാണ് CPM വാദിക്കുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ വാദം എന്ന് പറയുന്നത്. അത് ആ ഒരു വാദത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അതിന്റെ രേഖകൾ തിരുത്തിക്കൊണ്ടുള്ള നടപടിയാണ് എന്നുള്ളൊരു ആരോപണവും CPM ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ കൂടിയാണ് തിരുവനന്തപുരം നഗരസഭയിലേത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തേണ്ടതുണ്ട്. ഈ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടി BJPക്ക് ഇവിടെ ഉണ്ടായത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും നിയമ പോരാട്ടം തുടരുകയാണ്. CPM-ഉം BJP അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നിയമവഴിയിലൂടെ തേടുകയും ചെയ്യുകയാണ്. അമ്പിളി. ശരി, കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിനൊരുങ്ങുകയാണ് BJP. ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് BJPയുടെ ആലോചന. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. സംസ്ഥാനത്തെ ഓപ്പറേഷൻ തൂഫാനിൽ ലഹരിവേട്ട തുടരുകയാണ്. സമൂഹത്തിനാകെ വിപത്തായി മാറുന്ന ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഇറങ്ങിയ സർക്കാർ തീരുമാനം ഏറെ അഭിനന്ദനാർഹമാണ്. എല്ലാ മേഖലകളുടെയും ജനവിഭാഗത്തിന്റെയും പിന്തുണ വേണ്ടതാണ് ഓപ്പറേഷൻ തൂഫാൻ. തൂഫാന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമ കൂടിയാണ്. ഒപ്പം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും വേണം. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി മാഫിയെ തകർത്തെറിയാനുള്ള ഉദ്യമത്തെ അമൃത ന്യൂസും പിന്തുണയ്ക്കുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ റേഞ്ചിൽ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് തൃശൂർ റേഞ്ച് DIG T നാരായണൻ. ലഹരി കച്ചവട സംഘങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളുമായി കൈകോർത്ത് അവരെ തൂഫാൻ വാരിയേഴ്സാക്കി ലഹരിയുടെ വേരറുക്കുമെന്നും DIG വ്യക്തമാക്കി. നമ്മുടെ നാടിൻ്റെയും യുവതലമുറയുടെയും നാളെയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ സന്ധിയില്ലാത്ത യുദ്ധപ്രഖ്യാപനവുമായിട്ടാണ് കേരള പോലീസ് മുന്നോട്ടു പോകുന്നത്. തൃശൂർ റേഞ്ചിന് കീഴിൽ ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായ നടപടികളുമായി പുരോഗമിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന തൃശൂർ റേഞ്ചിൽ ലഹരി കച്ചവടക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനൊരുങ്ങുകയാണ് പോലീസ്. കേവലം അറസ്റ്റുകളിലോ കേസുകളിലോ ഒതുങ്ങുന്നതല്ല തൂഫാന്റെ കീഴിലുള്ള പോലീസ് നടപടികൾ. സമൂഹത്തെ നശിപ്പിച്ച ലഹരി മാഫിയ സമ്പാദിച്ചു കൂട്ടിയ കോടികളുടെ അവിഹിത സ്വത്തുകൾ പൂർണ്ണമായും കണ്ടുകെട്ടാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. റേഞ്ചിന് കീഴിലെ സ്ഥിരം ലഹരിക്കടത്തുകാരെയും മാഫിയ തലവന്മാരെയും കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ ആരംഭിച്ചുവെന്ന് തൃശൂർ റേഞ്ച് DIG നാരായണൻ T പറഞ്ഞു. ഇത്തരത്തിലുള്ള ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെയുള്ള നിയമ നടപടികൾ എല്ലാ ജില്ലകളിലും ഏറ്റവും ശക്തമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നു. അവർക്കെതിരെ കരുതൽ തടങ്കൽ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വത്ത്, ഇത്തരത്തിലുള്ള ലഹരി കച്ചവടം നടത്തി സമ്പാദിച്ചിരിക്കുന്ന സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് സമൂഹത്തിന്റെ പൊതുവായ കടമയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒപ്പം നിർത്തിക്കൊണ്ട് തൂഫാൻ വാരിയേഴ്സ് എന്ന ജനകീയ പ്രതിരോധ നിരക്കാണ് പോലീസ് രൂപം നൽകുന്നത്. സമൂഹത്തിന്റെ നാനാ വിഭാഗത്തിലുള്ളവരുമായി കൈകോർത്ത് അവരെ തൂഫാൻ വാരിയേഴ്സാക്കി, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, സമൂഹത്തിൻ്റെ പല ശ്രേണിയിലുള്ളവരെ എല്ലാവരുമായി ചേർന്ന് അവരെ തൂഫാൻ വാരിയേഴ്സാക്കി ഈ ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയുടെ വ്യാപനം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതിനുള്ള നടപടികൾ, ശക്തമായിട്ടുള്ള നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം തൂഫാൻ ദിനമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സേന. അന്ന് എല്ലാ പ്രദേശങ്ങളിലും വിപുലമായ ബോധവൽക്കരണ ക്യാമ്പുകളും ലഹരി വിരുദ്ധ പ്രതിജ്ഞകളും സംഘടിപ്പിക്കും. ലഹരിയുടെ വ്യാപനം പൂർണ്ണമായും തുടച്ചു നീക്കി വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു നാട് സമ്മാനിക്കുക എന്ന ദൗത്യവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണെന്നും തൃശൂർ റേഞ്ച് DIG വ്യക്തമാക്കി. ലഹരിയുടെ വിഷപ്പുകയിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഈ കൊടുങ്കാറ്റ് അനിവാര്യമാണ്. നിയമത്തിന്റെ ഉരുക്കുമുഷ്ടിയും ജനങ്ങളുടെ കാവലാളും ഒന്നാകുമ്പോൾ ലഹരിയുടെ വേരുകൾ ഈ മണ്ണിൽ നിന്നും അറ്റുവീഴുക തന്നെ ചെയ്യും. ലഹരിയുടെ ഇരുണ്ട ലോകത്തേക്ക് വഴിതെറ്റിപ്പോകുന്ന ഒരൊറ്റ ജീവിതം പോലും ഇനി ഈ മണ്ണിൽ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടെ ഓപ്പറേഷൻ തൂഫാൻ മുന്നേറുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ കണ്ണൂർ റേഞ്ചിൽ നിർജീവമാണ്. അതിർത്തി കടത്തിയെത്തിക്കുന്ന മയക്കുമരുന്ന് പിടികൂടാൻ കൃത്യമായ പ്രവർത്തന പദ്ധതിയില്ല. ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും അന്തർ സംസ്ഥാന വാഹനങ്ങൾ വഴി കടത്തുന്ന മയക്കുമരുന്ന് പിടികൂടുന്നതിലാണ് പ്രധാനപ്പെട്ട വീഴ്ച. ഏകോപന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ അസാന്നിധ്യം തുടക്കത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ശോഭ കെടുത്തി. വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് കണ്ണൂർ റേഞ്ച് DIG ആയി K. കാർത്തിക് IPS ഇന്നലെ ചുമതല ഏറ്റെടുത്തത്. ലഹരിക്കെതിരെ കരയും കടലും ആകാശവും പൂട്ടുമെന്നാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ സ്വപ്ന പദ്ധതി കണ്ണൂർ ജില്ലയിൽ താളം തെറ്റിയിരിക്കുകയാണ്. കർണാടകത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ ഏറെയുള്ള മേഖലയാണ് കണ്ണൂർ പോലീസ് റേഞ്ച്. ദിവസേന 1000-ലധികം വാഹനങ്ങളാണ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, മൈസൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്നും മാക്കൂട്ടം ചുരമിറങ്ങി കൂട്ടുപുഴ വഴി കേരളത്തിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ 200-ലധികം രാത്രികാല പാസഞ്ചർ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുൾപ്പെടെയുള്ള രാസലഹരി ഇടപാടുകാർ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചാണ് കേരളത്തിലെത്തുന്നത്. പൊതു സംവിധാനങ്ങൾ മറിയാക്കിയുള്ള മയക്കുമരുന്ന് മാഫിയയുടെ വരവ് തടയിടാൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. സംസ്ഥാനത്തുടനീളം തൂഫാനുമായി ബന്ധപ്പെട്ട വലിയ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ കണ്ണൂർ റേഞ്ചിൽ വീഴ്ച സംഭവിച്ചു. ഏകോപന ചുമതലയുള്ള DIG സ്ഥാനമേറ്റെടുക്കാതിരുന്നത് വീഴ്ചയായി കണക്കാക്കുന്നുവെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. പല സ്ഥലങ്ങളിലും വളരെ വലിയ രീതിയിൽ റെയ്ഡുകൾ നടക്കുന്നു, ഈ ലഹരി വേട്ട നടക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ കണ്ണൂർ റേഞ്ച് ഉൾക്കൊള്ളുന്ന കാസർഗോഡ് ജില്ലയിലായാലും കണ്ണൂരിലാണെങ്കിലും ഈ പറഞ്ഞ മാക്കൂട്ടം ചുരം ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലയിൽ ഒരുപാട് വാഹനങ്ങൾ, അന്തർ സംസ്ഥാന വാഹനങ്ങൾ വരുന്നത്, അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട അതിർത്തി പ്രദേശം കൂടിയാണ്. കർണാടകത്തിൽ ഉൾപ്പെടെ വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രദേശങ്ങളാണ്, ജില്ലകളാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും സീരിയസ് ആയ ഒരു ആക്ഷൻ പ്ലാൻ വേണ്ട ഒരു സമയത്ത് DIG ഉൾപ്പെടെ ചുമതല ഏറ്റെടുക്കാതെ ഒരു സമീപനം അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതൊരു വീഴ്ചയായി തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ നടത്തിവരുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകൾ, മറ്റു ഡിപ്പാർട്ട്മെന്റുമായുള്ള ഏകോപനം എന്നിവ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിക്കും. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെടുന്ന ഈ റേഞ്ചിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു മെല്ലെപ്പോക്ക്, അഥവാ ഒരു അലംഭാവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാര്യമായൊരു കാര്യക്ഷമമല്ലാത്തൊരു പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് വകുപ്പ് തലത്തിലുള്ള ഏകോപനത്തിലൊക്കെ നടപ്പിലാക്കേണ്ട ഒരു വലിയ പദ്ധതി കൂടിയാണ്. ആ തലത്തിലുള്ള ഒരു ഏകോപനം ഉൾപ്പെടെ വരുത്തുന്നതിനാവശ്യമായ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക തന്നെ ചെയ്യും. ലഹരി സംഘത്തെ പിടിച്ചുകെട്ടാൻ കൃത്യമായ ആസൂത്രണം വേണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പോലീസ് സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ ഓപ്പറേഷൻ തൂഫാൻ ഫലം കാണൂ. ഇല്ലെങ്കിൽ സംവിധാനങ്ങളിലെ വീഴ്ച മുതലാക്കി ലഹരി സംഘങ്ങൾ സമൂഹത്തെ പിടിമുറുക്കുക തന്നെ ചെയ്യും. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.
പെരുമ്പാവൂർ മാറമ്പിള്ളിയിൽ സ്കൂട്ടറിൽ കടത്തിയ 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. വൈപ്പിൻ അറുകാട് സ്വദേശി ആയുഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിപണിയിൽ 17 കോടി രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. 1 കിലോ കഞ്ചാവ് പ്രതിയുടെ സ്കൂട്ടറിൽ നിന്നും 16 കിലോ ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നുമാണ് പിടികൂടിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, സംസ്ഥാനത്ത് ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ആയിരുന്നു ഇത്. കാരണം പെരുമ്പാവൂർ മാറമ്പിള്ളിയിലാണ് സ്കൂട്ടറിൽ കടത്തി ഈ 17 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. അമ്പിളി, ഇന്നലെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ സ്കൂട്ടറിലും ഒപ്പം തന്നെ ഫ്ളാറ്റിലും സൂക്ഷിച്ച നിലയിൽ 17 കിലോ കഞ്ചാവ് പിടികൂടിയത്. വൈപ്പിൻ സ്വദേശി ആയുഷിന്റെ പക്കലിൽ നിന്നാണ് പോലീസ് ഈ കഞ്ചാവ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തുന്നതിനിടയിൽ സംശയകരമായി തോന്നിയതിനെ തുടർന്ന് ആയുഷ് ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ പരിശോധിച്ചിരുന്നു. ഈ സ്കൂട്ടറിൽ ഒളിപ്പിച്ചിരുന്ന നിലയിൽ 1 കിലോ കഞ്ചാവ് പിടികൂടുകയും പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ താമസിച്ച് വരുന്ന മാറമ്പിള്ളിയിലുള്ള ആധുനിക ഫ്ളാറ്റിൽ അവിടെ പരിശോധന നടത്തുകയും അവിടെ ഒളിപ്പിച്ചിരുന്ന നിലയിലുള്ള ബാക്കി കഞ്ചാവുകളും പിടികൂടുകയായിരുന്നു. പ്ലാസ്റ്റിക് കവറുകളിലും മറ്റ് ചാക്കുകളിലുമായിട്ടൊക്കെയായിരുന്നു ബാക്കി 16 കിലോളം കഞ്ചാവ് ഇയാളുടെ ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്നത്. ഇത് ഹൈബ്രിഡ് കഞ്ചാവാണ്. അന്താരാഷ്ട്ര വിപണിയിൽ 17 കോടിയോളം രൂപ വിലമതിക്കുന്നതാണ് ഈ കഞ്ചാവ് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് ഈ നടന്നത് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത് ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമാണ് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പോലീസിന് വ്യക്തമായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കഞ്ചാവ് വേട്ടയ്ക്ക് പിന്നിൽ ഇനിയിപ്പോൾ ഈ കഞ്ചാവ് എത്തിച്ചതിൽ അന്താരാഷ്ട്ര സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം ആണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിച്ചു വരുന്നത്. ഏതായാലും വലിയൊരു കാര്യം എന്നുള്ളത് തന്നെ ഇയാൾ കഴിഞ്ഞ ഒരാഴ്ച മാത്രമായിട്ടാണ് ഈ മാറമ്പിള്ളിയിലെ ഫ്ളാറ്റിലേക്ക് താമസം മാറിയിട്ടുള്ളത്. ഇവിടെ ഇയാൾ താമസിച്ച് വരികയായിരുന്നു. ഈ ഫ്ളാറ്റിൽ തന്നെയാണ് പെരുമ്പാവൂർ ASP അടക്കം താമസിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഇവർക്കും തന്നെ ഇത്തരത്തിലൊരു സൂചന നേരത്തെ ലഭിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ സാധാരണഗതിയിലുള്ള പരിശോധനയ്ക്കിടയിലാണ് ഏതായാലും ഇപ്പോൾ ആയുഷ് പിടിയിലായിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. അമ്പിളി, ശരി, പെരുമ്പാവൂരിലാണ് ഈ സംസ്ഥാനത്ത് സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. മാറമ്പിള്ളിയിൽ സ്കൂട്ടറിൽ കടത്തിയ 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിലടക്കം 17 കോടി രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ. ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുമോ എന്ന പരമ്പരയുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ ഊടുവഴികളിലും അതിർത്തി പ്രദേശങ്ങളിലും പോലീസിന്റെ കർശന പരിശോധനകൾ ഒന്നും തന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിർത്തി കടന്നെത്തിയ ലഹരി സംഘങ്ങളെ പിടികൂടാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി തവണ കാസർഗോഡ് പോലീസ് കർണാടകയിലേക്ക് പോയിട്ടുണ്ട്. ജില്ലാ അതിർത്തിയായ തലപ്പാടിയിൽ നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലഹരി മാഫിയ സംഘങ്ങളുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ആഴ്ചകൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ഓപ്പറേഷൻ തൂഫാൻ കാസർഗോഡ് ജില്ലയിൽ നടന്നതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ അതേസമയം ഗ്രാമടിസ്ഥാനത്തിലുള്ള ചെറിയ തോതിലുള്ള ലഹരിയുമായി നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ രീതിയിൽ പോരാ കാസർഗോഡ് ജില്ലയിലെ ഓപ്പറേഷൻ തൂഫാൻ എന്ന അഭിപ്രായം ശക്തമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടത് ചെറിയ ചെറിയ തോതിൽ കുറച്ച് പേരെ മാത്രം പിടിക്കുകയും എന്നാൽ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം നമ്മുടെ ജില്ലയിൽ ഇഷ്ടം പോലെ പ്രവഹിക്കുകയും ചെയ്യുന്നൊരു നിലയാണ് കാണുന്നത്. നമ്മളൊരു അതിർത്തി ജില്ലയാണ്. ഇപ്പോൾ തലപ്പാടി വഴിയായാലും അതുപോലെ തന്നെ തലപ്പാടി മുതൽ സുള്ളിയ വരെയുള്ള വിവിധ ഊടുവഴികളിലൂടെ ആയാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്നതിനെ പ്രതിരോധിക്കുന്നതിന് ഒരു നടപടിയും ഗവൺമെൻറ്റോ പോലീസോ സ്വീകരിച്ചതായി കാണുന്നില്ല. മാത്രമല്ല വൻകിട വിൽപ്പനക്കാരായി പലരും ഈ ജില്ലയിലെ പല ഭാഗത്തുമുണ്ട്. വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ച് പ്രത്യേകിച്ച് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ജില്ലയായതിനാൽ തലപ്പാടി മുതൽ സുള്ളിയ വരെയുള്ള വഴികളിൽ നിരവധി ഊടുവഴികളിലൂടെ ലഹരി മാഫിയ സംഘങ്ങൾ കടന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ പരിശോധനകൾ പോലീസിനെ വിന്യസിച്ച് കർശനമാക്കണമെന്ന ആവശ്യങ്ങൾ ശക്തമായി ഉയരുകയാണ്. എന്നാൽ മാത്രമേ ഓപ്പറേഷൻ തൂഫാൻ കാസർഗോഡ് ഫലപ്രദമായ രീതിയിൽ വരികയുള്ളൂ.
കാസർഗോഡ് തലപ്പാടിയിൽ നിന്നും ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് പ്രചരണം മാത്രമെന്നും കാസർഗോഡ് ജില്ലയിൽ നിന്ന് വൻകിട ലഹരി കടത്ത് സംഘങ്ങളെ കണ്ടെത്തി ഇതുവരെ പിടികൂടിയിട്ടില്ലെന്നും CPM സംസ്ഥാന സമിതി അംഗവും മുൻ MLAയുമായ CH കുഞ്ഞമ്പു. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മഞ്ചേശ്വരം ഉപ്പളയിൽ നിന്ന് 4 കോടിയുടെ മയക്കുമരുന്ന് പോലീസ് പിടികൂടിയത് CH കുഞ്ഞമ്പു ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ തൂഫാൻ ആഴ്ചകൾ പിന്നിട്ടിട്ടും കാസർഗോഡ് കാര്യക്ഷമമല്ലെന്നും കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഇതൊക്കെ നടക്കണമെങ്കിൽ പോലീസ് സേനയിലെ ഒരു വിഭാഗത്തെ ഇതിനു വേണ്ടി മാത്രം വിനിയോഗിച്ചാൽ മാത്രം നടക്കും. മറ്റ് ലോ ആൻഡ് ഓർഡറിന് വേണ്ടി പോലീസ് നിയോഗിക്കുന്ന ജോലിക്കൊപ്പം എവിടെയെങ്കിലും കണ്ടാൽ പിടിച്ചോളുമെന്നോ ആരെങ്കിലും തന്ന വിവരം വെച്ച് അവരെ പിടിച്ചോളുമെന്നോ മാത്രമാണ് നിലപാടെടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഓപ്പറേഷൻ തൂഫാൻ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. ഊടുവഴികളിലെല്ലാം പോലീസ് പരിശോധന നടത്തണം. സംശയമുള്ളവർ, പ്രത്യേകിച്ചും ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന ജോലിക്കാരായ ആളുകളുണ്ട്. ഇവിടെ തന്നെ ഒരു ജോലിയുമില്ലാതെ നടക്കുന്ന ആളുകൾ ഇത് മാത്രം തൊഴിലാക്കി നടന്ന് വരുമാനമുണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നല്ല ഹോംവർക്ക് നടത്തി ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ പൊക്കിയാൽ മാത്രമേ കാര്യം നടക്കൂ. പിന്നെ ഇനി അങ്ങനെ പിടിക്കുന്നവർ തന്നെ ഈ ചെറിയ അളവിലാണ് പിടിച്ചെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടും. വലിയ അളവിലുള്ളവരെ കിട്ടുന്നുമില്ല. ഇങ്ങനെ കിട്ടിയവർ ജയിലിൽ പോയാലും തിരിച്ചു വന്ന് അവർ അതേ ജോലി ചെയ്യുന്നു. അങ്ങനെ പിന്നെ അത് ചെയ്യുന്നവരെ കർശനമായ നിലയിലേക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ സമീപ ഭാവിയിൽ നമ്മുടെ ജില്ലയിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവർ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരായി ജീവച്ഛവങ്ങളായി മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇതിൻ്റെ ആത്യന്തിക ഫലം. പ്രിയദർശിനി പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ പ്രതിസന്ധിയിലായത് സ്വകാര്യ ബസ്സുടമകളാണ്. സ്ത്രീയാത്രക്കാർ കൂടുതലായി KSRTC ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിനം പ്രതി 4000-ഓളം രൂപ വരെ നഷ്ടം വരുന്നുവെന്നാണ് ബസ്സുടമകൾ പറയുന്നത്. സർക്കാർ സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമരപരിപാടികളടക്കം സംഘടിപ്പിക്കാനാണ് സ്വകാര്യ ബസ്സുടമകളുടെ നിലവിലെ ഒരു തീരുമാനം. സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച 50% നികുതി ഇളവ് സ്വാഗതാർഹമാണെങ്കിലും അതുമാത്രം മതിയാകില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ സാമ്പത്തിക സഹായവും സംരക്ഷണ നടപടികളും ആവശ്യമാണ്. യാത്രക്കാരുടെ എണ്ണം ഇനിയും കുറഞ്ഞാൽ ജില്ലയിലെ നിരവധി റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തേണ്ടി വരുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിന് ശേഷം ആ റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് 4000 മുതൽ 5000 രൂപ വരെയുള്ള നഷ്ടത്തിലാണ് അത് ഓടുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് മേഖല ഞങ്ങളെയും കൂടി ചേർത്ത് നിർത്തി ഞങ്ങളെ സംരക്ഷിച്ചതിൻ്റെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിലാണ്. ഒരുപാട് ബസ്സുകൾ ഇപ്പോൾ ദിവസം ഓടാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്കാൻ പൈസ ഇല്ലാത്ത മുതലാളിമാരൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഗവൺമെൻറ് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങളെ പുറത്ത് പിടിക്കും, ഒരുമിച്ച് പിടിക്കുന്നൊക്കെ. ഇപ്പം അതിനെപ്പറ്റിയുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. സ്വകാര്യ ബസ് സർവീസുകളുടെ നികുതി പൂർണ്ണമായി ഒഴിവാക്കുക, വിദ്യാർത്ഥി കൺസെഷൻ 50% ഉയർത്തുക, ഡീസലിന് സബ്സിഡി അനുവദിക്കുക എന്നിവയാണ് ബസ് സർവീസ് അസോസിയേഷന്റെ ആവശ്യം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും നേരിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങളെ നമ്മൾ കൈവിടില്ല, സംരക്ഷിക്കുന്നു പറഞ്ഞു. വീണ്ടും സ്ത്രീകൾക്ക് സൗജന്യം പ്രഖ്യാപിച്ച സമയത്തും പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് സ്വകാര്യ ബസ്സുകളെ കൈവിടില്ല, സംരക്ഷിക്കുന്നു. നമ്മളാ പ്രതീക്ഷയിൽ, നമ്മളെ സംരക്ഷിക്കുന്ന പ്രതീക്ഷയിൽ മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ. KSRTC സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് സ്വകാര്യ ബസ്സുകൾ നേരിടുന്നത്. മുമ്പ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന വലിയൊരു വിഭാഗം യാത്രക്കാരും KSRTCയെ ആശ്രയിക്കുകയാണ്. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിദിന കളക്ഷനിലും വലിയ ഇടിവാണ് ഉണ്ടായത്. ഇന്ധനവില, ജീവനക്കാരുടെ വേതനം, ഇൻഷുറൻസ്, നികുതി തുടങ്ങിയ ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകളെയും സർക്കാർ ചേർത്ത് പിടിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്. VD സതീശൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റുകയാണ്. വീട്ടുകാർ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ്. ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണി കുറച്ചുകൂടി തീരാനുണ്ട്. VD സതീശൻ ഇറങ്ങിയതിന് പിന്നാലെ കന്റോൺമെന്റ് ഹൗസിൽ അറ്റകുറ്റപ്പണി തുടങ്ങും. അതിനുശേഷമായിരിക്കും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്കൊക്കെ താമസം മാറ്റുക. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, സർക്കാർ 1 മാസം പിന്നിട്ട ഒരു സാഹചര്യമാണ്. ഈ സമയത്താണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ ഏറെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയായതിനു ശേഷമാണോ ഈ ചടങ്ങ് പൂർത്തിയായോ? എന്തൊക്കെയാണ്? അമ്പിളി, അങ്ങനെ ഏതാണ്ട് ഒരു 38 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ആ പദവിയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക്
എത്തുന്നത്. ഇന്നിപ്പോൾ രാവിലെ 6:48 അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ചെറിയ ഒരു ചടങ്ങ് മാത്രം, കുടുംബാംഗങ്ങൾ മാത്രമുള്ള ഒരു ചടങ്ങാണ്. ഉദ്യോഗസ്ഥരെ പോലും വിളിക്കാതെ വളരെ സ്വകാര്യമായി നടത്തിയിരിക്കുന്ന ഒരു ചടങ്ങാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാറുന്നു, തുടർന്ന് വി.ഡി. സതീശൻ വരുന്നു. അതിന്റെ ഒരു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി. ഒപ്പം തന്നെ സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, സത്യപ്രതിജ്ഞ ഉൾപ്പെടെ കഴിഞ്ഞു. അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞു. ഒപ്പം ബജറ്റ് അവതരണം ഉൾപ്പെടെ കഴിഞ്ഞു. അതിന്റെ ചർച്ചകൾ കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നത് എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഒരു ചെറിയ ചടങ്ങ് അത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇന്ന് ആ വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം മുഹമ്മദ് ഷിയാസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് MLA, അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പം ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പ്രതിപക്ഷ നേതാവ് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിലേക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാറാത്തത് എന്നുള്ള ചോദ്യങ്ങൾ പലകുറി ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറിയതിനെ തുടർന്ന് ഇനിയിപ്പോൾ അവിടെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറുക. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്ത് 38 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നത്. അമ്പിളി. ശരി, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. വീട്ടുകാർ മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ തീരാനുള്ളത് കൊണ്ടാണ് 1 മാസം പിന്നിട്ട ശേഷമാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നത്. വി.ഡി. സതീശൻ ഇറങ്ങിയതിന് പിന്നാലെ കന്റോൺമെന്റ് ഹൗസിലും അറ്റകുറ്റപ്പണി തുടങ്ങും. പൊതുമരാമത്ത് വകുപ്പാണ് ക്ലിഫ് ഹൗസിലും കന്റോൺമെന്റ് ഹൗസിലൊക്കെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് താമസം മാറ്റുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരെയും പരാതിയുമായി യുവാവ്. ആലപ്പുഴ മാവേലിക്കര സ്വദേശിയായ അരുൺ ശിവൻകുട്ടിയാണ് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയതായാണ് പരാതി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, എന്താണ് സംഭവം? ഒപ്പം തന്നെ ഈ അരുണിന്റെ ആവശ്യം എന്താണ്? അമ്പിളി, ആലപ്പുഴ മാവേലിക്കര തഴക്കര സ്വദേശിയായിട്ടുള്ള അരുൺ ശിവൻകുട്ടിയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കെതിരെയും പരാതിയുമായി ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഈ ജൂൺ 16-ാം തീയതി ഇദ്ദേഹത്തെ തിരക്കി ഇത്തരത്തിൽ ഒരു പരാതി ഉണ്ട് എന്ന് കാണിച്ച് പത്തനംതിട്ട സൈബർ സ്റ്റേഷനിലെ 3 പോലീസുകാർ ഇദ്ദേഹത്തിന്റെ തഴക്കരയിലുള്ള വീട്ടിലെത്തുകയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇദ്ദേഹം ഈ ഫോണും അദ്ദേഹത്തിന്റെ പാസ്വേഡ് ഉൾപ്പെടെ നൽകിയിരുന്നു. അതിനുശേഷം ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്തു. ഈ സമയത്ത് ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടാളികൾ സ്റ്റേഷന് മുൻപിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ യുവാവ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം പോസ്റ്റ് ഇടുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി മേലാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കരുത് എന്ന ആവശ്യവുമായാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയത് എന്നാണ് യുവാവ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിനകത്ത് കയറി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയനായ ശേഷം പുറത്തിറങ്ങിയപ്പോഴും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുവെന്നും ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പത്തനംതിട്ട പോലീസിൽ ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഇത് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കാണിച്ചാണ് പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് എന്ന് യുവാവ് പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരാതി വരുന്നത്. ഇതിൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുക, ഇതിൽ കേസ് ഉൾപ്പെടെ എന്താണ് സ്വീകരിക്കുക? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരെയുമാണ് ഒരു
യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആലപ്പുഴ മാവേലിക്കര സ്വദേശിയായ അരുൺ ശിവൻകുട്ടിയാണ് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. FCRA ചട്ട ഭേദഗതിയിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി കൂടുതൽ സംഘടനകൾ. അടുത്ത മാസം 3-ന് പ്രതിഷേധ ദിനമായി ആചരിക്കും. ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥന നടത്താൻ CBCI ഒരുങ്ങുന്നുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കിയ കേന്ദ്ര നടപടിയിൽ CBCIക്ക് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മതപരിവർത്തന ശ്രമത്തെക്കുറിച്ച് പറയുന്നതിൽ അവ്യക്തതയുണ്ടെന്നാണ് CBCI ചൂണ്ടിക്കാട്ടുന്നത്. സാമൂഹിക പ്രവർത്തനം നടത്തുന്നവരെ ലക്ഷ്യമിടാൻ ചട്ടം ദുരുപയോഗം ചെയ്തേക്കാമെന്ന ആശങ്കയും CBCI പങ്കുവെക്കുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ഇന്നും പരിശോധന നടക്കും. തട്ടിപ്പ് നടത്തിയ 150 ജീവനക്കാരെ കൂടി തിരിച്ചറിഞ്ഞതായി SIT. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും മുതിർന്ന സംഘപരിവാർ നേതാവുമായ ചമ്പത് റായിക്കെതിരെ കേസെടുക്കും. ക്ഷേത്രത്തിലേക്ക് സ്വർണവും വെള്ളിയും സംഭാവന നൽകിയവർക്ക് രസീത് പോലും നൽകിയില്ലെന്ന കണ്ടെത്തൽ. ചമ്പത് റായിയുമായി അടുപ്പമുള്ളവരുടെ വീടുകളിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുണ്ട്. കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ചമ്പത് റായിക്കെതിരെ നടപടി സ്വീകരിക്കാൻ നീക്കം. ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്രയും അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന. നേരത്തെ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ട് തേടിയിരുന്നു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് UP സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. വിവാദത്തിന് പിന്നാലെ അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റിന് നൽകി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അയോധ്യയിലെത്തി. തട്ടിപ്പിൽ പരാതി ഉന്നയിച്ച വ്യവസായികളുടെ മൊഴിയെടുക്കാനാണ് SITയുടെ നീക്കം. തട്ടിപ്പിൽ നഷ്ടപ്പെട്ട 60 കിലോ വെള്ളിക്കട്ടിയടക്കം വഴിപാടായി നൽകിയവരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷനാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ 60 കിലോ വെള്ളിക്കട്ടി നൽകിയത്. രാജ്യമെമ്പാടുമുള്ള വ്യാപാരികളിൽ നിന്ന് വഴിപാടായി വെള്ളി വാങ്ങി അവരുടെ പേര് ആലേഖനം ചെയ്താണ് സമർപ്പിച്ചത്. 3 കിലോ വരുന്ന വെള്ളിമാലയും പാദുകങ്ങളും മുംബൈയിലെ വ്യവസായി അനിൽ വിശ്വകർമ്മയും സമർപ്പിച്ചിരുന്നു. 2 കോടി രൂപയുടെ വെള്ളി നൽകിയിരുന്നുവെന്നും രസീത് പോലും നൽകിയില്ലെന്നും കാസിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ രാജു മാൻവാനിയും പരാതിപ്പെട്ടിരുന്നു. ഇവരുടേതടക്കം രഹസ്യമായി വിവരം നൽകിയവരുടെ മൊഴി പ്രത്യേക സംഘം രേഖപ്പെടുത്തും. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയോട് അടുപ്പമുള്ള ക്ഷേത്ര ജീവനക്കാരുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെടുത്തതായി പ്രത്യേക സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാന ബാംബു കോർപ്പറേഷൻ ഡിപ്പോകളിൽ ഈറ്റ വിതരണം മുടങ്ങിയിട്ട് 8 മാസം. വനംവകുപ്പും കോർപ്പറേഷനും വർക്കിംഗ് പ്ലാൻ പുതുക്കാൻ വൈകുന്നതാണ് പരമ്പരാഗത തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള ഈറ്റവെട്ട് സീസൺ പൂർണ്ണമായി നഷ്ടമായതോടെ പത്തനംതിട്ട ഡിവിഷനിലെ പ്രമുഖ ഡിപ്പോകളെല്ലാം ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ്. ബാംബു കോർപ്പറേഷന്റെ പത്തനംതിട്ട ഡിവിഷന് കീഴിലുള്ള പൂങ്കാവ്, തോലൂഴം, ശാസ്താംകോട്ട, താമരക്കുളം ഡിപ്പോകളാണ് 8 മാസമായി ഒരൊറ്റ ഈറ്റ പോലും എത്താതെ നിശ്ചലമായിരിക്കുന്നത്. ഇതിൽ A ക്ലാസ് മാതൃകാ ഡിപ്പോയായ പൂങ്കാവിൽ മുന്തിയ ഇനം ഈറ്റ തേടി നിരവധി പേരായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ ഡിപ്പോകൾ കാടുമൂടി നശിക്കുകയാണ്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള പ്രധാന ഈറ്റവെട്ട് സീസൺ പൂർണ്ണമായും നഷ്ടമായതോടെ പരമ്പരാഗത തൊഴിലാളികളും കർഷകരും കടുത്ത പ്രതിസന്ധിയിലായി. വനത്തിൽ നിന്നാണ് ഈറ്റ ശേഖരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി എത്താൻ കഴിയാത്ത തരത്തിൽ മറ്റെന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, നിയമപ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ആ ഈറ്റ വിതരണ കേന്ദ്രം പുനരാരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെയും ജനങ്ങളുടെയും ആവശ്യം. ജൂൺ മുതൽ മഴക്കാലമായതിനാൽ കാട്ടിൽ പുതിയ മുളകൾ വരുന്ന സമയമാണ്. ഈ കാലയളവിൽ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി വനത്തിൽ നിന്ന് ഈറ്റ വെട്ടാൻ അനുവദിക്കാറുമില്ല. എന്നാൽ കഴിഞ്ഞ 8 മാസമായി വെട്ടാതെ കിടക്കുന്ന ഈറ്റകൾ കാട്ടിൽ തന്നെ പുഷ്പിച്ച് നശിച്ചു പോകാൻ സാധ്യതയേറെയാണ്. ആങ്ങമുഴിയിൽ മാത്രം 1000-ഓളം അംഗീകൃത തൊഴിലാളികളാണ് ഇതോടെ വഴിയാധാരമായത്. ലോറി ജീവനക്കാർക്കും ഡിപ്പോ ജീവനക്കാർക്കും പണിയില്ലാതായി. വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത് വനം വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്ന് ഈ ഒരു കാര്യത്തിൽ ഒരു ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കോന്നി, റാന്നി വനമേഖലകളിൽ നിന്ന് ഈറ്റ വെട്ടുന്നതിനായി വനംവകുപ്പ് നൽകേണ്ട 5 വർഷത്തെ വർക്കിംഗ് പ്ലാൻ പുതുക്കി നൽകാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. കാലാവധി കഴിഞ്ഞിട്ടും വനംവകുപ്പ് അനുമതി വൈകിപ്പിക്കുകയാണെന്ന് ബാംബു കോർപ്പറേഷൻ കുറ്റപ്പെടുത്തുമ്പോൾ കോർപ്പറേഷൻ അധികൃതർ യഥാസമയം അപേക്ഷ നൽകി പ്ലാൻ പുതുക്കാൻ ശ്രമിച്ചില്ലെന്നാണ് വനംവകുപ്പിന്റെ വാദം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇടുക്കി അയ്യപ്പൻ കോവിൽ മൂന്നുചെയിൻ മേഖലയിൽ പട്ടയം നൽകാൻ പുതിയ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി. ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിനായി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണ് മൂന്നുചെയിൻ. ഈ സ്ഥലം വൈദ്യുതി വകുപ്പിന് ആവശ്യമില്ലെന്ന് കണ്ടെത്തിയിട്ടും കർഷകർക്ക് പട്ടയം നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം.
ഇടുക്കി അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ 1800ഓളം കുടിയേറ്റ കർഷകരാണ് വർഷങ്ങളായി പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ജലാശയത്തിന്റെ പരമാവധി ജലനിരപ്പിൽ നിന്ന് 10 ചെയിനിലെ മുഴുവൻ ഭൂമിയും കുടിയൊഴിപ്പിക്കാനാണ് സർക്കാർ ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ഈ തീരുമാനം മാറ്റി. എന്നാൽ ഇവർക്ക് പട്ടയം നൽകുന്നതിനെ KSEBയും റവന്യൂ വകുപ്പും എതിർത്തു. ഒരു തവണ സർവേ നടത്തുകയും അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരാൾക്കും പട്ടയം നൽകിയില്ലെന്ന് മാത്രമല്ല, കൈവശരേഖ കൊടുക്കാൻ പോലും റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല. നിരവധി തവണ കർഷകർ സമരം നടത്തി. ഒന്നാം പിണറായി സർക്കാരിൽ MM മണി വൈദ്യുതി മന്ത്രിയായതോടെ KSEBയുടെ എതിർപ്പ് മാറി. എന്നാൽ 3 ചെയിനിൽ പട്ടയം നൽകുന്നതിനെ റവന്യൂ വകുപ്പ് എതിർത്തു. VD സതീശൻ സർക്കാർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. പുതിയ സർക്കാരിൻ്റെ വക്താക്കൾക്കെല്ലാം തന്നെ ഇതേക്കുറിച്ചൊരു ബോധ്യമുണ്ട്, ഏതാണ്ടൊരു ബോധ്യമുണ്ട്. ധീരമായൊരു നിലപാട് മുഖ്യമന്ത്രിയും ഇവിടുത്തെ MLAമാരും കൂടി എടുത്താൽ ഇത് പരിഹരിക്കാൻ ഒരു മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാനേ ഉള്ളൂ. സാധാരണക്കാരന് വീട് വയ്ക്കാൻ കൈവശരേഖ നൽകുന്നതിന് പോലും റവന്യൂ വകുപ്പ് തടസ്സം നിൽക്കുകയാണ്. സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായുള്ള നൂറുകണക്കിന് കർഷകരുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് അനന്തമായി നീളുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. ആഗ്രഹമുണ്ടെങ്കിൽ ടെറസിലും പരിമിതമായ പുരയിടത്തിലും കൃഷി ചെയ്ത് വിജയിപ്പിക്കാമെന്ന് തെളിയിക്കുകയാണ് ആലപ്പുഴ കായംകുളത്തെ ഒരു യുവ കർഷകൻ. അപൂർവങ്ങളായ പഴവർഗ്ഗങ്ങളാണ് സജി എന്ന കർഷകൻ തന്റെ വീടിന്റെ ടെറസിലും പുരയിടത്തിലും നട്ട് വളർത്തിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, പീറാപ്പിൾ, മരമുന്തിരി, മാതളനാരകം, ബുഷ് ഓറഞ്ച്, നാരകം, കറിനാരകം, മിറാക്കിൾ ഫ്രൂട്ട്, ഓറഞ്ച്, ഗാഗ് ഫ്രൂട്ട്, അവക്കാഡോ, മുളകുമാവ്. ഏതെങ്കിലും ഒരു പഴക്കടയിലെ പഴങ്ങളുടെ പട്ടികയല്ലിത്. മറിച്ച് തൻ്റെ വീട്ടുവളപ്പിൽ ഒരു കർഷകൻ വിളയിച്ചെടുത്ത പഴവർഗ്ഗങ്ങളാണിവ. ആലപ്പുഴ കായംകുളത്തെ സജിയുടെ വീട്ടിലാണ് ഈ അപൂർവ കാഴ്ച. തൻ്റെ 4 സെന്റ് പുരയിടത്തിൽ സ്ഥലപരിമിതികൾക്കിടയിലും കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് ഈ യുവ കർഷകൻ. താഴെ മുകളിലായിട്ട് ഞാൻ 100 ഐറ്റംസ് കൃഷി ചെയ്യുന്നുണ്ട്. മരമുന്തിരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. സ്ഥലം ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ സാധനം എനിക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ കിട്ടുന്നതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വെച്ച് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓർക്കലുണ്ടായിരുന്നു, 200 കൂടെ ഓർക്കലുണ്ടായിരുന്നു. ഒച്ചിൻ്റെ ശല്യം കൊണ്ട് കുറേയൊക്കെ നശിച്ചു പോയി. പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. പഴങ്ങൾക്ക് പുറമെ വ്യത്യസ്തങ്ങളായ പച്ചക്കറികളും സജിയുടെ ഈ ചെറുതോട്ടത്തിലുണ്ട്. വീടിന്റെ ടെറസിലും പുരയിടത്തിലുമായി അവ പരിമിതികളെ തോൽപ്പിച്ച് വളർന്നു പന്തലിച്ചു. 16 വർഷമായി കാർഷിക മേഖലയിലുള്ള സജിയുടെ കൃഷിയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് ഈ കൃഷി വിജയത്തിന് പിന്നിൽ. കൂടുതലായി പലതും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സ്ഥലപരിമിതി തടസ്സമായി. ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും സജിയെ തേടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ കൃഷിക്ക് മണ്ണൊരു തടസ്സമല്ല, മനസ്സ് മാത്രമാണ് വേണ്ടതെന്ന് തെളിയിക്കുകയാണ് ഈ യുവ കർഷകൻ. അമൃത ന്യൂസ്, ആലപ്പുഴ. രാജ്യത്തിന് ഇടിക്കൂട്ടിലെ താരങ്ങളെ സമ്മാനിച്ച ചരിത്രമുണ്ട് കോഴിക്കോട് പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമത്തിന്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ദേശീയ ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത ഗ്രാമത്തിൽ ബോക്സിംഗ് റിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് കുട്ടികളെയും പരിശീലകനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അധികൃതർ കണ്ണു തുറന്നാൽ ബോക്സിംഗിൽ ചരിത്ര നേട്ടം കൈവരിക്കാൻ പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമത്തിലെ കുട്ടികളുമുണ്ടാകും. നിരവധി ദേശീയ ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത പൂളാടിക്കുന്ന് ഗ്രാമമുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ബോക്സിംഗ് താരങ്ങൾക്ക് ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി ബോക്സിംഗ് റിങ് കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതാണ് പറയുന്ന ബോക്സിംഗ് റിങ്. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ കാലൊക്കെ കഴുകിയിട്ടൊന്ന് നമുക്ക് കയറേണ്ടി വരും എന്നുള്ളതാണ്. വഴുക്കാതെ നോക്കിയാൽ നമുക്കെല്ലാവർക്കും നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ബോക്സിംഗ് ചാമ്പ്യൻ രാഘവൻ പുത്തലത്ത് 1 രൂപ പോലും ഫീസ് വാങ്ങാതെയാണ് പൂളാടിക്കുന്നിലെ ബോക്സിംഗിനോട് അഭിനിവേശമുള്ള ആളുകളെ പരിശീലിപ്പിച്ചിരുന്നത്. ശേഷം 1975-ൽ പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമമായി മാറി. ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നുമില്ലായിരുന്നുവെങ്കിലും രാഘവൻ പുത്തലത്ത് വാർത്തെടുത്തത് നിരവധി ദേശീയ ചാമ്പ്യന്മാരെയായിരുന്നു. പലപ്പോഴായി അദ്ദേഹം ബോക്സിംഗ് റിങ്ങോ മിനി സ്റ്റേഡിയമോ നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും സ്റ്റേഡിയം മാത്രമാണ് യാഥാർത്ഥ്യമായത്. നിരന്തരം പരാതിയുമായി സമീപിച്ചതോടെ കോഴിക്കോട് കോർപ്പറേഷൻ 10 വർഷങ്ങൾക്ക് മുൻപ് ബോക്സിംഗ് റിംഗ് സ്ഥാപിച്ചു. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലതാനും. ഒന്ന് മഴ പെയ്താൽ ഇടുങ്ങിയ ട്രെയിനിങ് റൂമിലേക്ക് മാറേണ്ടി വരും. പെൺകുട്ടികൾക്ക് ഡ്രസ്സിംഗ് റൂം പോലും ഇല്ലാത്തത് മറ്റൊരു പ്രശ്നമാണ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കവെയാണ് വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പരിശീലനം നടത്തുന്നത്. ഞങ്ങളിപ്പോൾ ഇത്രയും പേര് ഒരു ചെറിയൊരു സ്ഥലത്താണ് കളിക്കുന്നത്. അപ്പോൾ ഫെസിലിറ്റി വളരെ കുറവാണ്. ഒരു റിങ് കെട്ടി തന്നാൽ നന്നായിരുന്നു. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ നല്ലൊരു മെഡൽ കിട്ടുമെന്ന് തോന്നുന്നു.
കഴിവുണ്ടായിട്ടും സാഹചര്യങ്ങൾ കാരണം കൃത്യമായി ട്രെയിനിങ് നടത്താൻ കഴിയുന്നില്ലെന്ന് പൂളാടിക്കുന്ന് ബോക്സിംഗ് ക്ലബ് പ്രസിഡന്റ് സനീഷ് കുമാർ പറയുന്നു. ഓരോ ടൈമിലും നമ്മൾ MLAക്കാണെങ്കിലും എല്ലാവർക്കും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോന്നറിയില്ല, നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു ബോക്സിംഗ് റിങ് നമുക്ക് അനുവദിച്ചു തരണമെന്നാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ്. ബോക്സിംഗിൽ പുതിയ താരോദയം ഉണ്ടാകണമെങ്കിൽ അധികൃതരും കനിയണം. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇല്ലിക്കൽ കല്ലിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുകയാണ്. തലനാട് പഞ്ചായത്തിലൂടെ സഞ്ചരിച്ച് ഇല്ലിക്കൽ കല്ലിന്റെ പിന്നിലേക്ക് എത്തുന്ന വഴിയിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ പാലാ RDOയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം 2 യുവാക്കൾ ഇല്ലിക്കൽ കല്ലിന് മുകളിൽ കയറിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് നടപടി. കോട്ടയം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഇല്ലിക്കൽ കല്ലിൽ സന്ദർശകർ സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കകളെ തുടർന്നാണ് RDOയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നത്. മൂന്നിലവ് തലനാട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, DTPC സെക്രട്ടറി, പോലീസ്, മീനച്ചിൽ തഹസീൽദാർ, മൂന്നിലവ് തലനാട് വില്ലേജ് ഓഫീസർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തലനാട് പഞ്ചായത്തിലെ കാളക്കോട് വഴി ഇല്ലിക്കൽ കല്ലിൽ അപകടകരമായി പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കുവാൻ തലനാട് പഞ്ചായത്തിന് RDO നിർദ്ദേശം നൽകി. ഈ ഭാഗത്ത് പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നരകപാലം ഭാഗത്ത് ബാരിക്കേഡ് നിർമ്മിക്കുന്നതും ഒറവത്തൊട്ടി ഭാഗത്ത് ഗേറ്റ് സ്ഥാപിക്കുന്നതും നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായകരമാകും എന്ന് യോഗം വിലയിരുത്തി. യോഗ തീരുമാനങ്ങൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് RDO അറിയിച്ചു. നിലവിൽ മൂന്നിലവ്, മേലുകാവ് പഞ്ചായത്തുകൾ വഴി ഇല്ലിക്കൽ കല്ലിൻ്റെ മുന്നിലേക്ക് എത്തുന്ന വഴിയിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ മേൽനോട്ടത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ അപകട സാധ്യത കുറവാണ്. എന്നാൽ തലനാട് പഞ്ചായത്തിലൂടെ ഇല്ലിക്കൽ കല്ലിന് പിന്നിലേക്ക് എത്തുന്ന വഴിയിൽ സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനായി ക്രമീകരണങ്ങൾ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം ഇതുവഴി എത്തിയ യുവാക്കളാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഭാഗമായുള്ള കൂനൻ കല്ലിന് മുകളിൽ കയറിയത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലാതെ യുവാക്കൾ കല്ലിൽ കയറിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ ഭാഗത്തും സുരക്ഷാ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ അടാട്ട് തെരുവുനായ പരിപാലന ഷെൽട്ടറിൽ നിന്നും നായ്ക്കുഞ്ഞിനെ ദത്തെടുത്ത് റാപ്പർ വേടൻ. പുഴയ്ക്കൽ പാടത്തിന് സമീപമുള്ള അടാട്ട് പഞ്ചായത്തിന്റെ കാവൽ കൂട്ടായ്മ ഡോഗ് ഷെൽട്ടറിൽ നിന്നാണ് വേടൻ നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അടാട്ട് ഗ്രാമപഞ്ചായത്ത് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനും നായ്ക്കളെ പരിപാലിക്കുന്നതിനുമായാണ് വിവിധ ഭാഗങ്ങളിലായി ഡോഗ് ഷെൽട്ടറുകൾ സ്ഥാപിച്ചത്. ഇതിനകം തന്നെ ഏതാണ്ട് 32ഓളം നായ്ക്കുഞ്ഞുങ്ങളെ ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. 32ാമത്തെ കുഞ്ഞിനെയാണ് കൈമാറുന്നത്. ഈ സീസണിൽ നമുക്ക് ഈ ജൂൺ ജൂലൈ സീസണിൽ പരമാവധി 100 കുട്ടികളാണ് ഈ പ്രദേശത്ത് കിട്ടുക. നവംബർ ഡിസംബറിൽ വീണ്ടും അത്തരത്തിൽ കുട്ടികളെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇവരെ സെൻട്രലൈസ് ചെയ്ത ഷെൽട്ടറുകളല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പ്രജനനം അല്ലെങ്കിൽ ബ്രീഡിങ് ആവശ്യമായിട്ടുള്ള കുട്ടികളെ പ്രത്യേകമായ ലൈസൻസ് നൽകി അവർക്ക് ബ്രീഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കും. അല്ലാത്ത കുട്ടികളെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. തന്റെ വീട്ടിലെ ബുദ്ധൻ എന്ന നായ്ക്ക് കൂട്ടായാണ് പുതിയ നായ്ക്കുഞ്ഞിനെ ദത്തെടുത്തതെന്ന് റാപ്പർ വേടൻ പറഞ്ഞു. നമ്മുടെ സ്ട്രേ ഡോഗ്സിന്റെ കാര്യത്തിൽ നമുക്ക് പറ്റിയതാ. നമ്മുടെ നായ്ക്കളുടെ സംഘം തന്നെ കൊളോണൈസ് ചെയ്യപ്പെട്ടു. ഇപ്പൊ എല്ലാം വൈദേശിക നായ്ക്കളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവറ്റ തെരുവിലേക്ക് തള്ളപ്പെട്ടിട്ട് തെരുവ് നായ എന്ന് പറഞ്ഞൊരു നായ തന്നെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സാധനത്തിനെ മാറ്റിയെടുക്കണതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ കാവൽ എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ. അപ്പൊ ഞാൻ ഇവളതിനെ എടുക്കുകയാണ്. തെരുവുനായ സംരക്ഷണം എന്ന ആശയത്തിലൂന്നിയ പുതിയ കർമ്മ പദ്ധതി വഴി കൂടുതൽ ആളുകൾ നായ്ക്കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തൃശൂർ. കൊട്ടാരക്കരയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ടിപ്പർ അപകടത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതായി ഗതാഗത കമ്മീഷണർ നാഗരാജ് ഉച്ചകിലം. ടിപ്പർ ലോറി അമിത വേഗത്തിലായിരുന്നുവെന്നും വാഹനത്തിൽ അമിത ഭാരം കയറ്റിയിരുന്നുവെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അദ്ദേഹം പറഞ്ഞു. വാഹനത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് വിശദമായ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അപകടമുണ്ടാക്കിയ ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഹെവി വാഹന ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി അദ്ദേഹം പറഞ്ഞു. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാന എല്ലാ ജില്ലകളിലും പോസ്റ്റ് കേസ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അപകട സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഗതാഗത കമ്മീഷണർ പ്രതികരിച്ചത്.
കോഴിക്കോട് 10ാം ക്ലാസ്സുകാരന്റെ വാട്ടർ ബോട്ടിലിൽ നിന്ന് ചാരായം കണ്ടെത്തി. താമരശ്ശേരിയിലാണ് സംഭവം. അധ്യാപകർ നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ നിന്ന് ചാരായം കണ്ടെത്തിയത്. സംഭവത്തിൽ 2 കുട്ടികളെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് സഹപാഠി എത്തിച്ചു നൽകിയതാണെന്ന വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിന് സമീപത്തു നിന്നും 28 ലിറ്റർ വാറ്റ് ചാരായം പിടികൂടി. നിരവധി കുട്ടികൾക്ക് വ്യാജമദ്യം എത്തിച്ചു നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാനച്ചനാണ് മദ്യം നിർമ്മിക്കുന്നതെന്ന് വിദ്യാർത്ഥി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ രണ്ടാനച്ചൻ ഒളിവിൽ കഴിയുകയാണ്. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. ധനകാര്യ വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസം ഉണ്ടായുള്ള നഷ്ടത്തെ മറികടക്കുന്ന തരത്തിലൊരു നിക്ഷേപ താല്പര്യം ഇന്നലെ വിപണിയിൽ ഉണ്ടാവുകയും മുൻനിര സൂചികയായ നിഫ്റ്റി 24,000 എന്ന നിലവാരത്തിന് മുകളിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള മികച്ച നിക്ഷേപ താല്പര്യമാണ് മൊത്തത്തിൽ വിപണിയെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത്. ആഗോള ഘടകങ്ങളെല്ലാം അനുകൂലം തന്നെയായിരുന്നു. ഇന്നും ഇപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ സ്വാധീനം നമ്മുടെ വിപണിയിലും ഉണ്ടാവും. നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ സജീവമായി വീണ്ടും ഇടപെട്ട് തുടങ്ങി. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെയും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആ വിൽപ്പനയെ മറികടക്കുന്ന തരത്തിൽ വലിയ തോതിലൊരു നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിന്റെ പ്രതിഫലനമാണ് ഇന്നലെ വിപണിയിൽ തുടർച്ചയായി ഉണ്ടായുള്ള നേട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. സാങ്കേതികമായി വിപണിയിൽ മുന്നോട്ട് തന്നെ എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലും വിപണിയിൽ നല്ല രീതിയിൽ തന്നെ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് ഏറ്റവും പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കുന്നത് ആഗോള സാഹചര്യങ്ങൾ തന്നെയാണ്. ആഗോള സാഹചര്യങ്ങളിൽ ഒരു മെച്ചപ്പെട്ട ഒരു നീക്കം ഉണ്ടായതും ഇന്നലെ വീണ്ടും ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു ഇടിവുണ്ടായതും എല്ലാം വരും ദിവസങ്ങളിലും വിപണിക്ക് പ്രോത്സാഹനമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ വളരെ അനുകൂലമായി തന്നെയാണ് ഇടപെടുന്നത്. അതിന്റെ ഒരു സ്വാധീനവും വിപണിയിൽ ഉണ്ടായേക്കാം. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ വളരെ അനുകൂലമായ രീതിയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ് ഓഹരി വിപണിയുടെ പ്രതീക്ഷകൾ പങ്കുവച്ചത്. ലോക സർവകലാശാല റാങ്കിങ്ങിൽ ചരിത്ര നേട്ടവുമായി അമൃത സർവകലാശാല. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ സുസ്ഥിരത ഇംപാക്ട് റേറ്റിംഗ് 2026 ആഗോളതലത്തിൽ 37ാം സ്ഥാനവും ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനവും അമൃത സ്വന്തമാക്കി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർവകലാശാലയുടെ സംഭാവനകൾക്കുള്ള അംഗീകാരമായാണ് നേട്ടം വിലയിരുത്തപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ സുസ്ഥിരത ഇംപാക്ട് റേറ്റിംഗ് 2026 ശ്രദ്ധേയ നേട്ടവുമായി അമൃത സർവകലാശാല. ലോകമെമ്പാടുമുള്ള 115ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മുൻനിര സർവകലാശാലകളെ പിന്തള്ളിയാണ് അമൃത ആഗോളതലത്തിൽ 37ാം റാങ്ക് നിലനിർത്തിയത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺഗ്രസ് 2026 റാങ്കിംഗ് പ്രഖ്യാപിച്ചത്. ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനവും അമൃത കരസ്ഥമാക്കി. സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനം ഉൾക്കൊള്ളുന്ന വ്യവസായവൽക്കരണം, നൂതന ഗവേഷണങ്ങൾ എന്നിവയ്ക്കുള്ള സംഭാവനകളാണ് ഈ നേട്ടത്തിന് അടിസ്ഥാനം. വിവിധ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റാങ്കിങ്ങിലും അമൃത മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശുദ്ധജലവും ശുചിത്വവും, ശുദ്ധ ഊർജ്ജം എന്നീ 5 വിഭാഗങ്ങളിൽ ലോകത്തിലെ ആദ്യ 25 സർവകലാശാലകളുടെ പട്ടികയിൽ അമൃത ഇടം പിടിച്ചു. ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഭാഗങ്ങളിൽ ആദ്യ 50ലും ആരോഗ്യവും സുസ്ഥിതിയും വിഭാഗത്തിൽ ആദ്യ 100 റാങ്കിലും സർവകലാശാല സ്ഥാനം നേടി. സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലറും സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് ഡീനുമായ ഡോക്ടർ മനീഷ വി രമേശ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലൂടെയുള്ള സാമൂഹിക ഇടപെടലുകളും ഗവേഷണ ഫലങ്ങളും സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് അമൃതയുടെ സവിശേഷതയെന്നും ഡോക്ടർ മനീഷ പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയെന്ന കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കും. നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ അപ്പീലാണ് ഇന്ന് പരിഗണിക്കുന്നത്. ലഹരി കേസിലെ പ്രതിയായ വിദേശിയെ രക്ഷിക്കാനായി തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ചു മാറ്റം വരുത്തി തെളിവ് നശിപ്പിച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരെയുള്ള കേസ്.
ലോകകപ്പ് ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന പോരാട്ടത്തിൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞ് ബ്രസീലിന്റെ കുതിപ്പ്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ യൂറോപ്യൻ കരുത്തുമായെത്തിയ സ്കോട്ടിഷ് പടയെ തുരത്തിയത്. ബ്രസീലിനായി സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ 2 ഗോളുകൾ നേടിയപ്പോൾ മാത്യൂസ് കുഞ്ഞ 1 ഗോൾ സ്വന്തമാക്കി. മത്സരത്തിന്റെ തുടക്കത്തിൽ സ്കോട്ട്ലൻഡിനായിരുന്നു മുൻതൂക്കം. ബ്രസീലിയൻ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്തി പന്ത് കൈവശം വെക്കാൻ അവർക്ക് സാധിച്ചെങ്കിലും കളി മാറിമറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. സ്വന്തം ബോക്സിനുള്ളിൽ സ്കോട്ട്ലൻഡ് പ്രതിരോധം കാണിച്ച അമിത ആത്മവിശ്വാസമാണ് വിനയായത്. ലഭിച്ച സുവർണാവസരം കൃത്യമായി വിനിയോഗിച്ച റയൽ മാഡ്രിഡിന്റെ സ്റ്റാർ ബോയ് വിനീഷ്യസ് ജൂനിയർ അനായാസം പന്ത് വലയിലെത്തിച്ചു. ഈ ലോകകപ്പിലെ തുടർച്ചയായ 3ാം മത്സരത്തിലാണ് വിനി ഗോൾ നേടുന്നത്. ആദ്യ ഗോളിന് ശേഷവും സ്കോട്ട്ലൻഡ് പൊസിഷൻ ഗെയിമുമായി മുന്നേറിയെങ്കിലും ബ്രസീലിന്റെ കൃത്യമായ നീക്കങ്ങൾക്ക് മുന്നിൽ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എതിരില്ലാത്ത 3 ഗോളുകളുടെ തകർപ്പൻ ജയത്തോടെ ബ്രസീൽ തങ്ങളുടെ തേരോട്ടം തുടർന്നു. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണാം. നമസ്കാരം.